വർഷമായിട്ട് ഈ പെൺകുട്ടിക്ക് അയൽവാസിയോട് പ്രണയമായിരുന്നു. ഒരു ദിവസം പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ചെറുമയക്കത്തിലായിരുന്ന യുവാവ് അറിയില്ല എന്ന് കരുതി അവൾ അയാളുടെ കവിളിൽ കിസ് ചെയ്യുന്നു. പക്ഷേ അബദ്ധവശാൽ യുവാവ് ഉണരുന്നു. യുവാവ് ഉടനെ പറഞ്ഞു, ഈ പ്രായത്തിൽ നീ നിന്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന്. ഇപ്പോൾ ഒന്നും സംഭവിച്ചതായി ഞാൻ ഭാവിക്കുന്നില്ല എന്ന് യുവാവ് കൂട്ടിച്ചേർത്തു. പിറ്റേ ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്ന അവൾ യുവാവും കുടുംബവും താമസം മാറിപ്പോയതായി കാണുന്നു. ഈ ഞെട്ടലോടെ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അവൾ അമ്മയോട് ഓടിച്ചെന്ന് ചോദിക്കുന്നു. അർദ്ധരാത്രിയിൽ അവർ തിരക്കിട്ട് താമസം മാറിയെന്ന് അമ്മ പറഞ്ഞു. ഇത് കേട്ട പെൺകുട്ടി വളരെയധികം നിരാശയിലാകുന്നു. പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ താമസം മാറിയതെന്ന് അവൾ കരുതി. 6 വർഷങ്ങൾക്കിപ്പുറം അവൾ ഇഷ്ടപ്പെട്ട ആ യുവാവിനെ വീണ്ടും കണ്ടുമുട്ടുന്നു. അയാൾ ഇതിനോടകം ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായി മാറിയിരുന്നു. പെൺകുട്ടി യാദൃശികമായി അയാളുടെ വിദ്യാർത്ഥിയായിരുന്നു. എന്നാൽ യുവാവ് അവളെ ഓർക്കുന്നില്ല എന്ന് പെൺകുട്ടി കരുതുന്നു. അവൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല എന്ന് നടിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആദ്യമായി കണ്ടുമുട്ടിയ രീതിയിൽ തന്നെ അവൾ അയാൾക്ക് കൈ കൊടുക്കുന്നു. കോളേജിലെ ക്ലാസ് കഴിഞ്ഞിറങ്ങിയ പെൺകുട്ടിയെ അവളുടെ അമ്മ വിളിക്കുന്നു. അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ അഡ്രസ്സ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കുറച്ചു ദിവസം താൽക്കാലികമായി അവിടെ താമസിക്കാൻ പറയുന്നു. എന്നിരുന്നാലും അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നടന്നത്. അവളുടെ അമ്മ പറഞ്ഞ ആ ഫ്രണ്ട് അവൾ സ്നേഹിച്ചിരുന്ന യുവാവ് തന്നെയായിരുന്നു. അഡ്രസ്സ് മാറിപ്പോയി എന്ന് കരുതി പെൺകുട്ടി പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ ഉടൻ തന്നെ യുവാവ് അവളെ തടയുന്നു. യുവാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ എത്ര ദിവസം ഇവിടെ നിൽക്കുന്നോ ആ ദിവസങ്ങളിലെല്ലാം നിന്നെ ഞാൻ നന്നായി നോക്കിക്കൊള്ളാമെന്ന് നിന്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണെന്ന്. അങ്ങനെ പെൺകുട്ടി അവന്റെ വീട്ടിലേക്ക് താമസം മാറി. അടുത്ത ദിവസം പെൺകുട്ടി യുവാവിന്റെ കാറിൽ കോളേജിലേക്ക് പോകുന്നു. എന്നാൽ ഈ കാഴ്ച യുവാവിനെ ഇഷ്ടപ്പെട്ട മറ്റൊരു പെൺകുട്ടി കാണാനിടയാവുന്നു. ക്ലാസ് കഴിഞ്ഞെത്തിയ പെൺകുട്ടിയെ അവൾ തടയുന്നു. ഇന്നു മുതൽ യുവാവിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് അവൾ പെൺകുട്ടിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ സമയം യുവാവ് വരുന്നത് കണ്ടിട്ട് പെൺകുട്ടിയുടെ കൈ പിടിച്ച് അവൾ അവളുടെ ദേഹത്തേക്ക് തന്നെ തട്ടി താഴേക്കിടുന്നു. ഇത് കണ്ടപ്പോൾ യുവാവ് അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നറിയാൻ ഓടി അവളുടെ അടുത്ത് എത്തുന്നു. സ്ത്രീയുടെ സുഹൃത്ത് പറയുന്നു പെൺകുട്ടി മനഃപൂർവ്വം അവളെ തള്ളിയിട്ടതാണെന്ന്. എന്നാൽ പെൺകുട്ടി അത് നിഷേധിക്കുന്നു. അയാൾ അവളെ ഒന്ന് നോക്കിയിട്ട് ആ പെൺകുട്ടിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. യുവാവ് പോകുന്നത് നോക്കി അയാളോടുള്ള വികാരങ്ങൾ ഉപേക്ഷിക്കാൻ അവൾ തീരുമാനിക്കുന്നു. ഈ സമയം ആ സ്ത്രീ ആവട്ടെ കൂട്ടുകാരോട് അയാൾ എത്ര നന്നായാണ് അവളെ പരിപാലിച്ചതെന്ന് പറയുന്നു. എന്നാൽ യുവാവ് അകത്തേക്ക് വന്ന് അവളുടെ പരിക്കിനെ കുറിച്ചുള്ള കള്ളത്തരങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇനി ഒരിക്കലും പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തരുതെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. വൈകുന്നേരമായപ്പോൾ പെൺകുട്ടി അയാളുടെ അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചതായി പറയാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും പക്ഷേ അയാൾ രുചികരമായ ഒരു സാധനം അവൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. മേശപ്പുറത്തിരിക്കുന്ന അരി കൊണ്ടുണ്ടാക്കിയ കേക്ക് കണ്ടപ്പോൾ പണ്ട് അമ്മ അവളെ ശിക്ഷിക്കുന്ന സമയത്ത് ആ യുവാവ് രഹസ്യമായി മതിലിന് മുകളിൽ കയറി കേക്കിന്റെ ഒരു ഭാഗം അവളുടെ വായിൽ വെച്ചു കൊടുക്കുമായിരുന്നു. അത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്കുമായിരുന്നു. ആ യുവാവ് അവളെ മറന്നിട്ടില്ല എന്ന് മനസ്സിലായത് അവൾക്ക് അപ്പോഴാണ്. അവൾ സന്തോഷത്തോടെ കേക്ക് കഴിക്കാൻ തുടങ്ങി. പക്ഷേ പകൽ സമയത്ത് സംഭവിച്ചതൊക്കെ അവളുടെ കൺമുന്നിലൂടെ കടന്നുപോയി. പെട്ടെന്ന് അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. പുരുഷൻ പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണുനീര് തുടയ്ക്കുന്നു. തനിക്ക് തെറ്റ് സംഭവിച്ചതാണെന്ന് അറിയാമെന്ന് പെൺകുട്ടിയോട് അയാൾ പറയുന്നു. അയാൾ പെൺകുട്ടിയോട് ക്ഷമാപണം നടത്തി. ഈ സംഭവം ഇനി മറന്നു കളയാനും ഇനി അതിനെക്കുറിച്ച് വിഷമിക്കരുതെന്നും അയാൾ അവളോട് പറയുന്നു. ഒടുവിൽ പെൺകുട്ടി ധൈര്യം സംഭരിച്ച് എന്തുകൊണ്ടാണ് 6 വർഷങ്ങൾക്ക് മുമ്പ് അവർ താമസം മാറിയെന്ന് ചോദിക്കുന്നു. എന്നാൽ യുവാവിന് പെട്ടെന്നൊരു കോള് വരുന്നു. ഈ പെൺകുട്ടിയുടെ അച്ഛനിൽ നിന്നാണ് കോള് വന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അത് അയാളുടെ പ്രതിശ്രുത വധുവിന്റെ അച്ഛനായിരിക്കുമെന്ന് അവൾ തെറ്റിദ്ധരിക്കുന്നു. ആ യുവാവ് യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നത് പെൺകുട്ടിയാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു.